വെൽക്കം ടു ലെറ്റ്സ് ലേൺ ബൈ രേഷ്മ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹിന്ദി ഭാഷ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹിന്ദിയിൽ ആകെ 44 അക്ഷരങ്ങളാണ് ഉള്ളത്. 11 സ്വരാക്ഷരങ്ങളും 33 വ്യഞ്ജനാക്ഷരങ്ങളും. സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ, ഉ, ഊ. റി, എ, ഐ, ഓ, ഔ. റി എന്നാണ് ഹിന്ദിയിൽ ഈ അക്ഷരം ഉച്ചരിക്കുന്നത്. മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ റ് എന്നൊരിക്കലും പറയാറില്ല. എ കഴിഞ്ഞാൽ എ എന്ന അക്ഷരം ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കില്ല, ഐ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഓ കഴിഞ്ഞാൽ ഓ എന്ന അക്ഷരം ഉപയോഗിക്കാറില്ല, ഔ ആണ് ഉപയോഗിക്കുന്നത്. ഹിന്ദിയിൽ റ് എന്ന അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത് റി എന്നാണ്. ഒരിക്കലും റ് എന്ന് ഹിന്ദിയിൽ നമ്മൾ പറയാറില്ല. ഉദാഹരണത്തിന് ഋഷി, ഋതു, ഋഷഭ്. ഈ അക്ഷരം ഹിന്ദിയിൽ എപ്പോൾ ഉച്ചരിച്ചാലും റി എന്നേ നമ്മൾ പറയാറുള്ളൂ. ആ എന്നിവ അക്ഷരങ്ങളായിട്ടല്ല നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത്. എന്നത് അനുസാരവും ആ എന്നത് വിസർഗവുമാണ്. അതായത് ഹിന്ദി അക്ഷരങ്ങൾക്ക് ആ എന്നീ ഉച്ചാരണം വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിഹ്നങ്ങൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. സ്വരാക്ഷരങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഒന്നുകൂടി നോക്കാം. ആ, ഇ, ഈ, ഉ, ഊ, റി, എ, ഐ, ഓ, ഔ, ആ. വ്യഞ്ജനാക്ഷരങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വർഗമാണ് ക വർഗം. ക, ഖ, ഗ, ഘ, ങ എന്നിങ്ങനെ 5 അക്ഷരങ്ങളാണ് ഓരോ വർഗത്തിലും ഉൾപ്പെടുന്നത്. ക വർഗം കഴിഞ്ഞാൽ അടുത്ത വർഗമാണ് ച വർഗം, അതായത് ച ഉൾപ്പെടുന്ന അക്ഷരങ്ങൾ. ച, ഛ, ജ, ഝ, ഞ. അടുത്തത് ഡ വർഗമാണ്. ഡ, ഠ, ഡ, ഢ, ണ. അടുത്തത് ത വർഗമാണ്. ത, ഥ, ദ, ധ, ന. അടുത്തത് പ വർഗത്തിൽ ഉൾപ്പെടുന്ന അക്ഷരങ്ങളാണ്. പ, ഫ, ബ, ഭ, മ. യ, ര, ല, വ, ശ, ഷ, സ, ഹ. സംയുക്ത വ്യഞ്ജനങ്ങൾ എന്ന് വിളിക്കുന്ന 4 അക്ഷരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര. ഈ അക്ഷരങ്ങളെ സംയുക്ത വ്യഞ്ജനങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് ഹിന്ദിയിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് നോക്കിയത്. ഇനിയുള്ള എല്ലാ വീഡിയോസിലും ഹിന്ദി ഭാഷയിലുള്ള ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഹിന്ദി ക്ലാസ്സുകളും എടുത്തു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.